നിങ്ങളുടെ സന്തോഷ നിമിഷങ്ങളുടെ പാർട്ട്ണർ ആധാർ ഗോൾഡ് ആൻഡ് പ്രഷ്യസ്. വലിയോറ പുത്തനങ്ങാടി ജനകീയ ഇഫ്താർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സൗഹാർദ്ദ സംഗമവും ഇഫ്താർ വിരുന്നും ശ്രദ്ധേയമായി. ഏകദേശം 1500ഓളം പേർ പങ്കെടുത്ത വിരുന്നിൽ 200ഓളം അതിഥി തൊഴിലാളികളും സംസാരശേഷിയില്ലാത്തവരുടെ കൂട്ടായ്മ പ്രതിനിധികളും വിവിധ തുറകളിലുള്ള നാട്ടുകാരും ഒത്തുചേർന്നു. അൽ ഫാറൂഖ് മസ്ജിദ് പരിസരം, കച്ചേരിപ്പടി, മുതലമാട്, ചെനക്കൽ റോഡിലെ ഇരുവശങ്ങളിലും തീൻമേശകൾ ഒരുക്കിയാണ് ഇത്രയധികം പേർക്ക് ഒരേ സമയം നോമ്പ് തുറക്കാനുള്ള വിപുലമായ സൌകര്യം ഒരുക്കിയത്. ജാതിമത ഭേദമന്യേയുള്ള നാട്ടുകാരുടെ പങ്കാളിത്തം പരിപാടിയെ ഒരു വലിയ ജനകീയ കൂട്ടായ്മയാക്കി മാറ്റി. സംഗമത്തിന് പറങ്ങോടത്ത് മൂസ, കെ ടി മുജീബ്, അബ്ദുസമദ് പാലപ്പുറ, കെ കെ നിസാം, എ ടി ഫൈസൽ, പി സമദ, മനാട്ട് ഇസ്മായിൽ, വി നാഫി, ജബ്ബാർ പൂക്കളം എന്നിവർ നേതൃത്വം നൽകി. വ്രതശുദ്ധിയുടെ നാളുകളിൽ പരസ്പര സ്നേഹവും ഐക്യവും പുതുക്കുന്നതായിരുന്നു ഈ ഇഫ്താർ മീറ്റ്. പ്രാവശ്യം 1200-ലധികം ആളുകളെ നമുക്ക് നോമ്പ് വർപ്പിക്കാൻ ഈ വലിയ ഏരിയക്ക്, ഇത്രാണി ഏരിയക്ക് കഴിഞ്ഞു. അതുകൊണ്ട് ഇത് വലിയൊരു വിജയം. അടുത്ത പ്രാവശ്യം ഇതിനെക്കാട്ടും കൂടുതലായിട്ട് നമുക്കൊരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് നോമ്പ് തുറ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാ ആളുകൾക്കും ഇവിടെ നോമ്പ് തുറക്കാൻ എല്ലാ ആളുകളും ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. വൈജ്ഞാനികളുണ്ട്, അതിന് സജീവമായിട്ട് പ്രവർത്തിച്ചവരുണ്ട്. കാരണം ഇതിനെ എല്ലായിട്ടും ഫുഡായിട്ടും മറ്റായിട്ടും മറിച്ചായിട്ടും എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടവരുണ്ട്. എല്ലാ മേഖലയിലും ആളുകൾ പ്രവർത്തിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഒരുപോലെ അറിയിക്കുന്ന അംഗീകാരമാണ് ഈ വലിയറിയിൽ നടന്നിട്ടുള്ള ഈ നോമ്പ് തുറ എന്നാണ് എനിക്ക് വിശ്വാസം തോന്നുന്നത്. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തിനാടി ഏറ്റവും കൂടുതലായിട്ട് ഈ പ്രാവശ്യം വലിയൊരു புத்தனங்காடியிலிருந்து அங்காடி தலை 2 பேசுகிறாங்க. எல்லாம் நம்மள வந்து புத்தனங்காடியில் நல்ல ஒரு நீட்டான ஒரு சாப்பாடு ஆக்கி போட்டுட்ருக்காங்க. நாங்களே இப்போ குறைய காலம் விட ஒரு 20 கொல்லம் விட நின்றுக்காண்டு நாங்கள் பண்ணியிருக்கிறது. நம்மளால எல்லாமே அன்னதானம் போடுறாங்க. എല്ലാ കൊല്ലം പങ്കെടുക്കാറുണ്ടോ? എത്ര ആൾക്കാരുണ്ട്? ഇപ്പോൾ എല്ലാ ആൾക്കാരുണ്ട്. എത്ര ആൾക്കാരുണ്ട്? MTN ന്യൂസ് വേങ്ങര. ഹൃദയം പറയും ആധാർ ഗോൾഡ്. കൊണ്ടോട്ടി, പേരാമ്പ്ര, മഞ്ചേരി, ചെമ്മാട്.